നമ്മൾ ഇന്ന് ഇൻകം ടാക്സിൻ്റെ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഐറ്റത്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോണേ. കുറച്ച് കൺഫ്യൂസിങ് ആണ്, എന്നാലും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പോൾ നോക്കി, നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു അല്ലേ. ഈ പറഞ്ഞതുപോലെ ഓരോ സ്പെസിഫിക് കാറ്റഗറിക്ക് ഓഫ് അസസിക്കും ഓരോരോ ടാക്സ് റേറ്റ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ടാക്സ് സ്ലാബ് പറഞ്ഞിട്ടുണ്ട്. ആ സ്ലാബ് പ്രകാരം നമ്മൾ നിർബന്ധമായിട്ടും ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ച് അതിന് ടാക്സ് അടയ്ക്കണം അല്ലേ. ഇവിടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പെഷ്യൽ പ്രൊവിഷൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ്സ് കോൾഡ് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ്. ഈ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്ന് പറയുന്ന AMTക്കകത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ ഈ പഠിച്ച ഇൻകം ടാക്സിൻ്റെ റൂൾ പ്രകാരമുള്ള സാധനങ്ങൾ നിങ്ങൾ ചെയ്തു, പക്ഷേ മിനിമം അവർ സ്പെസിഫൈ ചെയ്യുന്ന ഒരു എമൗണ്ട് എങ്കിലും നിങ്ങൾ പേ ചെയ്യണം. മനസ്സിലായി? മിനിമം അവർ സ്പെസിഫൈ ചെയ്യുന്ന ഒരു എമൗണ്ട് എങ്കിലും പേ ചെയ്യണം. സോ തീർച്ചയായിട്ടും നമ്മൾ അടയ്ക്കേണ്ട എമൗണ്ടും നമ്മൾ അടച്ച എമൗണ്ടും തമ്മിൽ ഡിഫറൻസ് വരും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഒരു എക്സാമ്പിൾ മാത്രമാണ്. അതായത് നമ്മൾ ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിച്ചു. ആക്ച്വൽ ടാക്സ് ലൈബിലിറ്റി, ഓക്കെ, ആക്ച്വൽ ടാക്സ് ലൈബിലിറ്റി ആയിട്ട് നമുക്കൊരു 25,000 രൂപ നമ്മുടെ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് നമ്മൾ കണ്ടുപിടിച്ച് എടുത്തു വെച്ചു. 25,000. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇത് നമ്മൾ പഠിച്ച റൂൾ അനുസരിച്ച് ഈ പറയുന്ന ഹെഡിലെല്ലാം ആഡ് ചെയ്ത്, അല്ലെങ്കിൽ ഹെഡിൽ ഉണ്ടായിരിക്കുന്ന ഇൻകങ്ങളെല്ലാം ആഡ് ചെയ്ത് ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ച് ഡിഡക്ഷൻസ് മൈനസ് ചെയ്ത് TDS TCS ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു 25,000 രൂപ നമ്മുടെ ടാക്സ് ലൈബിലിറ്റി ആയിട്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു. നിങ്ങളൊരു PGBP അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സുകാരനാണെന്ന് വിചാരിക്കുക. ഓക്കെ, ആ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായത് ഒരു 5 ലക്ഷം രൂപ പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റ് എല്ലാം ആഡ് ചെയ്തിട്ടാണ് നമ്മളൊരു 25,000 രൂപ നമ്മളടുത്ത് അടയ്ക്കാൻ പറയണേ. ഇവിടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ പറയുന്ന ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് വഴി നിങ്ങളോട് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ 5 ലാഖിൻ്റെ 10%, ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന പ്രോഫിറ്റ് എത്രയാണോ അതിൻ്റെ 10% നിങ്ങളുടെ എന്തായിട്ട് അടയ്ക്കാൻ പറയുന്നുണ്ട്? ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് ആയിട്ട് അടയ്ക്കാൻ പറയുന്നുണ്ട്. സോ 50,000 റുപ്പീസ് അടയ്ക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻകംപ്ലീറ്റ് ആണോ? ഓക്കെ, ഈ 10%ഓ ഇതൊന്നും അല്ല റൂള്. ഞാൻ ആ പ്രോസസ്സ് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. സിറ്റുവേഷൻ മനസ്സിലായി? സോ ഇവിടെ പറഞ്ഞത് എന്താ? ദാറ്റ് മീൻസ് നമ്മുടെ ആക്ച്വൽ ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുന്നത് 25,000 റുപ്പീസ് ആണ്. പക്ഷേ ഇവിടെ നോക്കി, നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. സോ ഗവൺമെൻറ് നമ്മളോട് പറയുന്നത് ഈ 5 ലക്ഷത്തിൻ്റെ 10% 50,000 രൂപ നിങ്ങൾ എന്തായിട്ട് അടയ്ക്കാൻ പറഞ്ഞു? ടാക്സ് ആയിട്ട് അടയ്ക്കാൻ പറഞ്ഞു. ദാറ്റ് മീൻസ് ഇതാണ് നമ്മുടെ ടാക്സ് പേയബിൾ, പക്ഷേ ഇതാണ് നമ്മുടെ പെയ്ഡ്. സിറ്റുവേഷൻ മനസ്സിലായി? 25,000 രൂപയാണ് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടത്. പക്ഷേ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്ന് പറയുന്ന സാധനം അപ്ലിക്കബിൾ ആയതുകൊണ്ട് നമുക്ക് 50,000 രൂപ ടാക്സ് അടയ്ക്കേണ്ടി വന്നു. ഇവിടെ നോക്കി, വലിയൊരു ക്വസ്റ്റ്യൻ അല്ലേ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും കാര്യങ്ങൾ ചെയ്തേ? ഇത്രയും പഠിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഇത്രയും ഹെഡും കാര്യങ്ങളും ഡിഡക്ഷൻസും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പഠിക്കേണ്ട കാര്യം എന്തായിരുന്നു? ആവശ്യമേ ഉണ്ടായിരുന്നില്ല അല്ലേ? ആവശ്യമേ ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റായിട്ട് ഇതങ്ങ് പറഞ്ഞാൽ പോലെ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നോക്കി, ഇവിടെ അഡീഷണലി നിങ്ങൾ പേ ചെയ്തിരിക്കുന്ന 25,000-നെ നമ്മൾ ടാക്സ് ക്രെഡിറ്റ് എന്നാണ് പറയുന്നത്. അഡീഷണലി നമ്മൾ പേ ചെയ്തിരിക്കുന്ന 25,000 രൂപേനെ നമ്മൾ ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയും. ടാക്സ് ക്രെഡിറ്റ് സിറ്റുവേഷൻ മനസ്സിലായോ? ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, വരുന്ന വർഷങ്ങളിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇതിനെ റിവേഴ്സ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഈ എമൗണ്ട് ക്ലെയിം ചെയ്യാം. അതായത് എക്സാമ്പിൾ പറയുവാണെങ്കിൽ, അടുത്ത വർഷം ആക്ച്വൽ ടാക്സ് ലൈബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു 30,000 രൂപ വന്നു. മനസ്സിലായി? നമ്മുടെ എല്ലാ ലൈബിലിറ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ എല്ലാ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത് 30,000 രൂപ വന്നു. പക്ഷേ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആകെ 20,000 രൂപയെ വന്നുള്ളൂ. മനസ്സിലായി? ദാറ്റ് മീൻസ് ഫസ്റ്റ് ഇയറിൽ 25,000 രൂപ ടാക്സ് അടയ്ക്കേണ്ട നിങ്ങളെ കൊണ്ട് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സിന്റെ പേരിൽ 50,000 രൂപ അടപ്പിച്ചു. അങ്ങനെ ടാക്സ് ക്രെഡിറ്റ് നിങ്ങൾക്ക് ഒരു 25,000 രൂപ. ദാറ്റ് മീൻസ് 25,000 രൂപ നിങ്ങൾ അഡീഷണൽ ആയിട്ടാണ് പേ ചെയ്തിരിക്കുന്നത്. പക്ഷേ തൊട്ടടുത്ത വർഷം നമ്മൾ ആക്ച്വലി പേ ചെയ്യേണ്ടത് 30,000 രൂപ. പക്ഷേ അവർ എത്ര രൂപ മാത്രം അടച്ചാൽ മതി എന്നാണ് പറഞ്ഞത്? ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് പ്രകാരം 20,000 രൂപ മാത്രം അടച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര പേ ചെയ്താൽ മതി? 20,000 പേ ചെയ്താൽ മതി. ദാറ്റ് മീൻസ് ഈ ക്രെഡിറ്റ് നമുക്കിവിടെ എടുക്കാം.
മനസ്സിലായി? 25,000 രൂപയാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് അടച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ആക്ച്വലി അടയ്ക്കേണ്ടത് 30,000 രൂപ. പക്ഷേ ആ 30,000-ത്തിനകത്ത് നിന്ന് ഈ 25,000-ന്റെ ക്രെഡിറ്റ് ആയിട്ട് 10,000 രൂപ ക്രെഡിറ്റ് ആയിട്ട് എടുക്കാം. സോ 10,000 രൂപ നമുക്ക് മൈനസ് ചെയ്യാം. ബാലൻസ് 15,000 രൂപ നമ്മുടെ ക്രെഡിറ്റ് ആയിട്ട് കിടക്കും. സിറ്റുവേഷൻ മനസ്സിലായോ? സോ പറഞ്ഞ കാര്യം, നമ്മൾ നോർമൽ രീതിയിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് എത്രയാണ് അടയ്ക്കേണ്ടത് എന്നുള്ളത് എടുത്തു വയ്ക്കുക. ഇനി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് പ്രകാരം ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇത് വെച്ച് കമ്പയർ ചെയ്യുക. നമ്മൾ ആക്ച്വലി അടയ്ക്കേണ്ട ടാക്സ് പേയബിളിനേക്കാൾ കൂടുതലാണ് ഈ പറയുന്ന ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എങ്കിൽ ആ കൂടുതലായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് വേണം നിങ്ങൾ പേ ചെയ്യാൻ. ഇനി അങ്ങനെ പേ ചെയ്യുന്ന എമൗണ്ട് അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾ എത്രയാണോ പേ ചെയ്തിരിക്കുന്നത് ആ എമൗണ്ടിനെ നിങ്ങൾക്ക് ടാക്സ് ക്രെഡിറ്റ്സ് ആയിട്ട് എടുത്തു വയ്ക്കാം. വരുന്ന വർഷങ്ങളിൽ ഏതെങ്കിലും വർഷം ഈ പറയുന്നത് പോലെ റിവേഴ്സ് സംഭവിക്കുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് ടാക്സ് ലൈബിലിറ്റിനേക്കാൾ കുറവാണ് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എങ്കിൽ, അവിടെ നിങ്ങൾ ഈ പറഞ്ഞ അഡീഷണലി അടച്ചിരിക്കുന്ന എമൗണ്ട്, ഇവിടെ അഡീഷണലി അടച്ചിരിക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ എന്തായിട്ട് ക്ലെയിം ചെയ്യാം? ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം. മനസ്സിലായി? ബാലൻസ് ക്രെഡിറ്റ് ആയിട്ട് എടുത്തു വയ്ക്കാം. ഇവിടെ നോക്കി 30,000 റുപ്പീസാണ് അടയ്ക്കേണ്ടത്. പക്ഷേ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് ആയിട്ട് 20,000 വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 10,000 റുപ്പീസിനെ ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം. മനസ്സിലായി? ഇവിടെ 25,000 രൂപ ക്രെഡിറ്റ് കിടപ്പുണ്ടായിരുന്നു. 10,000 രൂപ അതിനകത്തുനിന്ന് മൈനസ് ചെയ്ത് ബാലൻസ് 15,000 രൂപ മാത്രം പേ ചെയ്താൽ മതി. ഇത് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സിൻ്റെ പ്രോസസ്സ് മാത്രമാണ്. എന്താണ് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്ന് പഠിക്കണം, ആർക്കൊക്കെയാണ് ഇത് അപ്ലിക്കബിൾ എന്ന് പഠിക്കണം, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അപ്ലിക്കബിൾ എന്ന് പഠിക്കണം, എങ്ങനെയാണ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെന്ന് അറിയണം, എത്ര ശതമാനമാണ് നമ്മുടെ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്ന് പറയണം, എത്ര വർഷത്തേക്ക് ഈ പറയുന്ന ക്രെഡിറ്റ് എടുത്തു വെക്കാമെന്നും പഠിക്കണം. മനസ്സിലായോ? സോ ആ പ്രോസസ്സ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇത് എന്താണ് എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇത് മനസ്സിലായാൽ നമുക്ക് ആ പ്രോസസ്സിലോട്ട് കിടക്കാം. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ കറക്റ്റ് റൂൾ എന്ന്. നോക്കി, ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് സെക്ഷൻ 115 JC. സെക്ഷൻ 115 JC, ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് applicable to, okay, all assessee other than company who has claimed any deduction under section 80H to 80 RRB, section 10 AA and section 35 AD. അതായത് എല്ലാ അസസിക്കും ഇത് അപ്ലിക്കബിൾ അല്ല. ഫസ്റ്റ് വൺ പറയുന്നത് നോക്കി, അതർ ദാൻ കമ്പനി. കമ്പനിക്ക് ഒരിക്കലും ഈ പറയുന്ന ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്ന് പറയുന്ന സാധനം അപ്ലിക്കബിൾ അല്ല. കാരണം കമ്പനി ആണെങ്കിൽ അവിടെ ഇത് മാറി മാറ്റ് ആവും, മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് എന്നാവും. മനസ്സിലായി? സോ കമ്പനിക്കല്ല, കമ്പനി ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ അസസിക്കും. കണ്ടീഷൻ നമ്പർ 1. കണ്ടീഷൻ നമ്പർ 2 നോക്കി, ഹു ഹാസ് ക്ലെയിംഡ് എനി ഡിഡക്ഷൻ. ഈ പറയുന്ന കാറ്റഗറിയിൽ ഡിഡക്ഷൻസ് നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? സെക്ഷൻ 80H to 80 RRB, അതർ ദാൻ 80P. 80P എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞ അല്ലേ? സോ 80H തൊട്ട് 80 RRB വരെയുള്ള ഡിഡക്ഷൻസ് നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിലോ, സെക്ഷൻ 10 AA പ്രകാരം ഡിഡക്ഷൻ, സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ ഡിഡക്ഷനാണ്, ആ ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിലോ, സെക്ഷൻ 35 AD സ്പെസിഫൈഡ് ബിസിനസിന്റെ, സോ അങ്ങനെയുള്ള ആ സ്പെസിഫൈഡ് ബിസിനസിന്റെ ഡിഡക്ഷൻസോ നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്ന് പറയുന്ന സാധനം അപ്ലിക്കബിൾ ആണ്. മനസ്സിലായി? ഒരിക്കൽ കൂടെ, കമ്പനി ഒഴികെ ബാക്കി എല്ലാ അസസിക്കും ഏത് നിർബന്ധമാണ്? ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് നിർബന്ധമാണ്. കണ്ടീഷൻ നമ്പർ 2, അവരുടെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് അവർ ഈ പറയുന്ന ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ 80H തൊട്ട് 80P ഒഴികെയുള്ള 80 RRB വരെയുള്ള ഡിഡക്ഷൻസ്, കൂടാതെ സെക്ഷൻ 10 AA പ്രകാരം സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ ഡിഡക്ഷൻസ്, അല്ലെങ്കിൽ സെക്ഷൻ 35 AD പ്രകാരം സ്പെസിഫൈഡ് ബിസിനസിന്റെ ഡിഡക്ഷൻസ് ഇത് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഏത് ഫോളോ ചെയ്തിരിക്കണം? സെക്ഷൻ 115 JC ഫോളോ ചെയ്തിരിക്കണം. പോയിന്റ് നമ്പർ 1. Number 2, this provision shall not apply to an individual. Important ആണ്. This provision shall not apply to an individual or a HUF or a AOP or a BOI, whether incorporated or not, or an artificial juridical person, if the adjusted total income of such a person does not exceed 20 lakhs. Okay, ഇത് applicable അല്ല. എങ്ങനെയാണെങ്കിൽ this provision shall not apply. ഇൻഡിവിജ്വലിനാണെങ്കിലും HUF-നാണെങ്കിലും AJP-ക്കാണെങ്കിലും ഈ പറയുന്ന പോലെ BOI-ക്കാണെങ്കിലും AOP-ക്കാണെങ്കിലും ഒന്നും ഈ പറയുന്ന പ്രൊവിഷൻ അപ്ലിക്കബിൾ അല്ല. എങ്ങനെയാണെങ്കിൽ അവരുടെ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഏതിനേക്കാൾ കൂടരുത്? 20 lakhs-നേക്കാൾ കൂടരുത്. ഡസ് നോട്ട് എക്സീഡ് 20 lakhs. മനസ്സിലായി? സോ 20 lakhs-നേക്കാൾ കൂടുതലാണെങ്കിൽ ഇത് വേണ്ട.
സിറ്റുവേഷൻ മനസ്സിലായാലോ? ഷാൾ നോട്ട് അപ്ലൈ ടു എ പേഴ്സൺ ഡസ് നോട്ട് എക്സീഡ്, അല്ലെങ്കിൽ അവരുടെ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഡസ് നോട്ട് എക്സീഡ് 20 lakhs. മനസ്സിലായോ? ഓക്കെ, അവിടെ നമ്മൾ അറിയാതെ പുതിയൊരു ടേമിനെ കുറിച്ചും കൂടെ പറഞ്ഞു, അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം. സോ എന്താണ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എന്നാണ് നമ്മൾ പറഞ്ഞത്. സിറ്റുവേഷൻ മനസ്സിലായോ? എന്താണ് നമ്മുടെ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം? അതിന് മുമ്പ്, ദാറ്റ് മീൻസ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഇവിടെ നോക്കിയേ, എല്ലാ ടൈപ്പ് ഓഫ് അസസികളെ കുറിച്ചും പറഞ്ഞായിരുന്നു. ഇൻഡിവിജ്വലെ പറഞ്ഞായിരുന്നു, കമ്പനിക്ക് അത് ബാധകമല്ല എന്ന് പറഞ്ഞു, HUFനെ കുറിച്ച് പറഞ്ഞു, AOP, BOI, AJP ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. നമ്മൾ ഒരു അസസിനെ കുറിച്ച് മാത്രം പറഞ്ഞില്ല, ഫേം, പാർട്ട്ണർഷിപ്പ് ഫേംസിനെ കുറിച്ച് മാത്രം പറഞ്ഞില്ല. അതാണ് തൊട്ട് താഴെ നമ്മളോട് പറയണേ. നോക്കിയേ, ദ എക്സംഷൻ ഈസ് നോട്ട് അപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് എ ഫേം ആൻഡ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഫേം. ദാറ്റ് മീൻസ് AMT is applicable on LLP firm even though the adjusted total income does not exceed 20 lakhs. മനസ്സിലായി? അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം 20 ലക്ഷത്തിൽ കൂടിയില്ലെങ്കിൽ പോലും ആർക്ക് അപ്ലിക്കബിളാ? ഫേമിന് അപ്ലിക്കബിളാ. സോ ആ കാറ്റഗറി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ടോട്ടൽ അസസീസിനെ നമ്മൾ ഈ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സിന് വേണ്ടിയിട്ട് 3 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചു. അതിനകത്ത് ആദ്യത്തെ കമ്പനിയാണ്. കമ്പനിക്ക് ഒരു കാരണവശാലും ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്ന് പറയുന്ന സാധനം ബാധകമല്ല. കാരണം കമ്പനിക്ക് വേണ്ടിയിട്ട് മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് എന്ന് പറഞ്ഞ് വേറെ കാര്യങ്ങളുണ്ട്. നമ്പർ 1. നമ്പർ 2, ഫേമിനെയും പാർട്ട്ണർഷിപ്പ് ഫേമിനെയും, അല്ലേ, ഫേമിനെയും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഫേമിനെയും ഒരു കാറ്റഗറി ആക്കി. അതല്ലാതെ വരുന്ന ബാക്കിയുള്ള അസസീസിനെല്ലാം വേറൊരു കാറ്റഗറിയിലാക്കി. രണ്ടാമത്തെ കാറ്റഗറി, ദാറ്റ് മീൻസ് ഈ പറഞ്ഞ ഫേമും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് അവിടെ ഒരു സ്പെസിഫൈഡ് ലിമിറ്റ് ഒന്നും നമ്മൾ പറയുന്നില്ല. ഈ ടേൺ ഓവർ ഇവൻ ദോ ദ അഡ്ജസ്റ്റഡ് ഇൻകം ഡസ് നോട്ട് എക്സീഡ് 20 lakhs, 20 ലക്ഷത്തിന് മുകളിൽ പോയോ 20 ലക്ഷത്തിന്റെ താഴെയാണോ എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മളോട് പറഞ്ഞില്ല. പക്ഷേ ഈ പറഞ്ഞ ഫേമോ പാർട്ട്ണർഷിപ്പ് ഫേമോ അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഫേമോ അല്ലാതെ ബാക്കിയുള്ള അസസിക്ക് എല്ലാവർക്കും എന്താ പറഞ്ഞേ? ഷാൾ നോട്ട് അപ്ലൈ. എങ്ങനെയാ? സച്ച് പേഴ്സൺ ഡസ് നോട്ട് എക്സീഡ് 20 lakhs. 20 ലക്ഷത്തിന് മുകളിൽ പോയില്ലെങ്കിൽ നമുക്ക് എന്തല്ല, അത് ബാധകമല്ല. സോ ഫേമിനാണെങ്കിലും പാർട്ട്ണർഷിപ്പ് ഫേമിനാണെങ്കിലും 20 ലക്ഷം രൂപയുടെ ക്രൈറ്റീരിയ ഇല്ല. പക്ഷേ ബാക്കിയുള്ള അതിനകത്ത് എന്ത് പറയുന്നുണ്ട്? 20 ലക്ഷത്തിന് മുകളിൽ പോയില്ലെങ്കിൽ നമുക്കിത് അപ്ലിക്കബിൾ അല്ല. മനസ്സിലായി? ആൻഡ് നോക്കി, അതിന്റെ സ്കീം ഓഫ് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ, കമ്പ്യൂട്ട് ദ റെഗുലർ ഇൻകം ടാക്സ് ലയബിലിറ്റി ബിഫോർ സെസ് ഓഫ് ദ അസസി കവേർഡ് അണ്ടർ ദീസ് പ്രൊവിഷൻസ്. ഇനി കമ്പ്യൂട്ട് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം, അതായത് നോർമൽ ടാക്സ് ലയബിലിറ്റി എത്രയാണെന്ന് കാണുക. ആൻഡ് ദ സെക്കൻഡ് വൺ, അവിടെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിനെ കുറിച്ചാണ് അവിടെ ഡിസ്കസ് ചെയ്തത്. ആ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കി എന്താ പറഞ്ഞേ? ടോട്ടൽ ഇൻകം ഓഫ് ദ അസസി, അതിന്റെ കൂടെ ഏത് ആഡ് ചെയ്യുക? സെക്ഷൻ 80H തൊട്ട് 80 RRB വരെയുള്ളത് ആഡ് ചെയ്യുക. സെക്ഷൻ 35 AD ലെസ് ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യുക. സെക്ഷൻ 10A പ്രകാരം നമ്മൾ എടുത്തിരിക്കുന്ന ഡിഡക്ഷൻസ് ആഡ് ബാക്ക് ചെയ്യുക. ദാറ്റ് മീൻസ് അവിടെ നമ്മളോട് പറഞ്ഞായിരുന്നു മൂന്ന് ടൈപ്പ് ഡിഡക്ഷൻസ് നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഏത് അപ്ലിക്കബിൾ ആവുള്ളൂ? ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്ന് പറയുന്ന സാധനം അപ്ലിക്കബിൾ ആവുള്ളൂ. ഇവിടെ പറഞ്ഞത് അങ്ങനെ നിങ്ങൾ 3 ടൈപ്പ് ഓഫ് ഡിഡക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓൾറെഡി അവൈൽ ചെയ്തിരിക്കുന്ന ഡിഡക്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ആഡ് ബാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്ന സാധനം കിട്ടും. ചെയ്താൽ മനസ്സിലായോ? എങ്ങനെയായിരുന്നു? നോർമൽ പ്രൊവിഷൻസ് പ്രകാരമുള്ള ടാക്സ് ലയബിലിറ്റി കാണുക, എന്നിട്ട് നമ്മുടെ ടോട്ടൽ ഇൻകം എത്രയാണെന്ന് നോക്കുക. ആ ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ അവിടെ ഓൾറെഡി ക്ലെയിം ചെയ്തിരിക്കുന്ന ഈ 3 കാറ്റഗറിക്കകത്ത് വരുന്ന ഡിഡക്ഷൻസ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യാം. ആഡ് ബാക്ക് ചെയ്യുന്ന നേരത്ത് നമുക്ക് എന്ത് കിട്ടും? അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്ന സാധനം കിട്ടും. ഇനി നോക്കി, കമ്പ്യൂട്ട് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ്. ഈ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എത്രയാണോ, അതിന്റെ 18.5% ആണ് നമ്മുടെ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ്. മനസ്സിലായി? സോ നോക്കി, കമ്പ്യൂട്ട് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് ബീയിങ് 18.5% ഓഫ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം. ഇനി എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞ നോർമൽ പ്രൊവിഷൻസ് പ്രകാരമുള്ളതാണോ അല്ലെങ്കിൽ ഇതാണോ എന്ന് നോക്കണം. ദാറ്റ് മീൻസ് വിച്ച് എവർ ഈസ് ഹയർ, അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ടാക്സ് ലയബിലിറ്റി ആഫ്റ്റർ സെസ് ഏത് ആഡ് ചെയ്യുക? അതായത് ആ ഹയർ ഏതാണെന്ന് നോക്കുക, അതിൻ്റെ കൂടെ സെസ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടാക്സ് ലയബിലിറ്റി ആഫ്റ്റർ സെസ് കിട്ടും. സോ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം. നമ്മുടെ റെസിഡൻസി സ്റ്റാറ്റസിന് അല്ലെങ്കിൽ AMTക്ക് വേണ്ടിയിട്ട് ആ അസസീനെ നമ്മൾ 3 ആയിട്ട് തരംതിരിച്ചു. കമ്പനി, ഫേമും ഇൻക്ലൂഡിംഗ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഫേം.
ആൻഡ് ദ തേർഡ് വൺ ബാക്കിയുള്ള എല്ലാവരും. കമ്പനിക്ക് AMT ബാധകമല്ല, കാരണം കമ്പനിക്ക് മാറ്റുണ്ട്. രണ്ടാമത്തെ ആൾക്കാർക്ക് 20 ലക്ഷത്തിൻ്റെ ക്രൈറ്റീരിയ ഒന്നുമില്ല. മൂന്നാമത്തെ അല്ലെങ്കിൽ ഫേം ഒഴികെ വരുന്ന ബാക്കിയുള്ള എല്ലാ അസസീനും നമ്മളോട് പറയുന്നത് 20 ലക്ഷത്തിന് മുകളിൽ പോയില്ലെങ്കിൽ ഈ പറയുന്ന പ്രൊവിഷൻസ് അപ്ലിക്കബിൾ അല്ല. നമ്പർ 1. നമ്പർ 2, ഇത് അപ്ലിക്കബിൾ ആവണമെങ്കിൽ 80H തൊട്ട് 80 RRB വരെയുള്ള ഡിഡക്ഷൻസും അല്ലെങ്കിൽ സെക്ഷൻ 35 AD പ്രകാരമുള്ള ഡിഡക്ഷൻസും അല്ലെങ്കിൽ സെക്ഷൻ 10 AA പ്രകാരമുള്ള ഡിഡക്ഷൻസും നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ നമ്മളോട് പറയുന്നത് എന്താ നോർമൽ പ്രൊവിഷൻസ് പ്രകാരമുള്ള ഇൻകം ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക നമ്പർ 1. ആൻഡ് നമ്പർ 2, അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എങ്ങനെ കണ്ടുപിടിക്കണേ? നമ്മുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ ഓൾറെഡി ഈ അവൈൽ ചെയ്തിരിക്കുന്ന എക്സംഷൻസ് എല്ലാം ആഡ് ബാക്ക് ചെയ്യാം, നമുക്ക് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കിട്ടും. ആ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിൻ്റെ 18.5%-നെയാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണേ? ഈ പറഞ്ഞ പോലെ മിനിമം ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യണേ. ആ വിച്ച് എവർ ഈസ് ഹയർ നമ്മൾ ഏതാണെന്ന് നോക്കണോ, അതിൻ്റെ കൂടെ നമ്മൾ ഏത് ആഡ് ചെയ്യുന്നു? സെസ് ആഡ് ചെയ്യുന്നു, നമ്മുടെ ടാക്സ് ലയബിലിറ്റി കിട്ടും. സിറ്റുവേഷൻ മനസ്സിലായോ? ഇനി അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കാണാൻ നേരത്ത് ഒരു 3 കാര്യങ്ങളെ കുറിച്ചും കൂടെ ആലോചിക്കണം. ഫസ്റ്റ് വൺ, ഇഫ് C, D and E is 0, then these provisions are not applicable to any assessee. അതായത് ഈ പറഞ്ഞതുപോലെ CDE ഈ പറഞ്ഞ 3 എക്സെപ്ഷൻസ് അത് 0 ആണെങ്കിൽ ഈ പറഞ്ഞത് അപ്ലിക്കബിൾ അല്ല എന്നാണ് പറഞ്ഞത്. അത് നമ്മളോട് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താ, നമ്മൾ ആദ്യം അപ്ലിക്കബിലിറ്റി പഠിക്കുന്ന നേരത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ഈ 3 പ്രൊവിഷൻസ് അപ്ലൈ ചെയ്യണം അല്ലേ, ഈ 3 തരത്തിലുള്ള ഡിഡക്ഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം ക്ലെയിം ചെയ്യണം എന്ന് നമ്മളോട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ വീണ്ടും അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യണേ. അത് 0 ആണെങ്കിൽ, ഈ 3 എണ്ണവും 0 ആണെങ്കിൽ ഈ പ്രൊവിഷൻസേ അപ്ലിക്കബിൾ അല്ല. മനസ്സിലായോ? ആൻഡ് ദ സെക്കൻഡ് വൺ, ഇഫ് S does not exceed 20 lakhs, then these provisions are not applicable. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം 20 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ഉള്ളൂ. ആൻഡ് ഇൻ കേസ് ഓഫ് an individual, HUF, AOP, BOI, however these provision is applicable on LLP firm. അതായത് ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയണേ. ഏതാ? ആ LLP ഫേം ഒഴികെ ബാക്കിയുള്ളവർക്ക് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 20 ലക്ഷത്തിന് മുകളിൽ പോകണം. LLPയോ നമ്മുടെ ഫേമോ ആണെങ്കിൽ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. മനസ്സിലായി? ആ പറഞ്ഞ 3 കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, സോ പറഞ്ഞ കാര്യം എന്താ? നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മൾ നോർമൽ പ്രൊവിഷൻസ് പ്രകാരം ഇൻകം ടാക്സ് ലയബിലിറ്റി എത്രയാണെന്ന് കാണുന്നു. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കാണണം. അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എങ്ങനെ കാണണേ? നമ്മുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ ഈ പറഞ്ഞിരിക്കുന്ന സെക്ഷൻസ് പ്രകാരമുള്ള എക്സംഷൻസ് നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യാം. സോ നമുക്ക് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കിട്ടും. ആ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിൻ്റെ 18.5% ആണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണേ? ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യണേ. അതിനകത്ത് വിച്ച് എവർ ഈസ് ഹയർ ഏതാണെന്ന് നോക്കണം. അതിൻ്റെ കൂടെ സെസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമ്മുടെ ടാക്സ് ലയബിലിറ്റി കിട്ടും. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഇനി കണ്ടീഷൻസ്, അപ്ലിക്കബിളുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? 80H തൊട്ട് 80 RRB വരെയുള്ള ഡിഡക്ഷൻസ്. നമ്പർ 1, 10 AA പ്രകാരമുള്ള ഡിഡക്ഷൻസ്. നമ്പർ 3, സെക്ഷൻ 35 AD പ്രകാരമുള്ള ഡിഡക്ഷൻസ്. ഈ ഡിഡക്ഷൻസിൽ ഏതെങ്കിലും നിങ്ങൾ ക്ലെയിം ചെയ്തിരിക്കണം. പിന്നെ പറഞ്ഞത് 20 ലക്ഷത്തിൻ്റെ ബൗണ്ടറി. ഞാൻ നിങ്ങളുടെ മനസ്സിൽ ഇത് കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണേ. മനസ്സിലായി? വീഡിയോ മാത്രം കണ്ടാൽ മതി. ഇത് പഠിക്കാൻ വേണ്ടി വീണ്ടും സമയം കണ്ടെത്തുന്ന കാര്യമില്ല. അത്ര എളുപ്പമാണ്. സിറ്റുവേഷൻ മനസ്സിലായി? ഓക്കെ, ഇനി ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നമ്മൾ അവിടെ പറഞ്ഞതുപോലെ ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന പാർട്ട്. ഓക്കെ, നോക്കാം. ഇമ്പാക്ട് വേർ AMT is applicable, that is case where the value of step 3 is higher than value of step 1. Okay, adjusted total income as computed in step 2 shall be deemed as the total income of the assessee. മനസ്സിലായി? And the tax liability of the assessee shall be 18.5% plus surcharge plus cess of adjusted total income of the assessee. However, in case of a unit located in an international financial service center and derives its income slowly in convertible foreign exchange, AMT shall be computed considering 9%. മനസ്സിലായി? അതായത് നോർമലി എല്ലാവർക്കും AMTയുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 18.5% തന്നെയാണ്. പക്ഷേ ചില കേസുകളിൽ ഈ പറഞ്ഞതുപോലെ നോക്കി, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് ആണ്, അവർക്ക് എങ്ങനെയാണ് കൺവേർട്ടബിൾ ഫോറിൻ എക്സ്ചേഞ്ച് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ അവർക്ക് 18.5% വേണ്ട, 9% മതി. മനസ്സിലായി? ആൻഡ് പോയിന്റ് നമ്പർ 3, എ റിപ്പോർട്ട് ഇൻ ഫോം 29C ഫ്രം എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഈസ് റിക്വയർഡ് ടു ഒബ്റ്റെയിൻ ഓൺ ഓർ ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഫോർ ഫർണിഷിംഗ് റിട്ടേൺ. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഈ പറയുന്ന ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്ന് പറയുന്ന സാധനം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കയ്യിൽ നിന്ന് ഒരു റിപ്പോർട്ടും കൂടെ സബ്മിറ്റ് ചെയ്യണം. All other provisions like advance tax interest is applicable to such assessee. ഈ അസസിക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇൻകം ടാക്സ് ആക്ടിനകത്തുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും അപ്ലിക്കബിൾ ആയിരിക്കും. ചെയ്ത് മനസ്സിലായല്ലോ? പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? സോ
സോ ഇത്രയേ ഉള്ളൂ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്താണെന്ന് പറയുന്നത്. മനസ്സിലായി? നമുക്ക് 1-2 പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവും. ഓക്കെ, ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ ആ പറഞ്ഞ എക്സാമ്പിളിനകത്ത് ഒരു ക്രെഡിറ്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ദാറ്റ് മീൻസ് ഏതെങ്കിലും വർഷങ്ങളിൽ ഇതിന് ഓപ്പോസിറ്റ് സംഭവിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട എമൗണ്ടിനേക്കാൾ കുറവാണ് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എങ്കിൽ നമുക്ക് അവിടെ എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റും? ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന സാധനം ക്ലെയിം ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? സോ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും അതിനെക്കുറിച്ചാണ്. ഓക്കെ, ടാക്സ് ക്രെഡിറ്റ് ഫോർ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് സെക്ഷൻ 115 JD പറയുന്നത് the excess of alternative minimum tax paid over the regular income tax payable of that year shall be allowed as a tax credit. That means നമ്മൾ അടയ്ക്കേണ്ട ആക്ച്വൽ എമൗണ്ടിനേക്കാൾ കൂടുതലാണ് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എങ്കിൽ ആ ഡിഫറൻസിനെ നമുക്ക് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. Number 2, mathematically tax credit available equal to tax paid under section 115 JC minus regular tax payable. അടുത്ത പോയിന്റ് നോക്കിയേ, no interest shall be payable on the tax credit allowed. അതായത് ടാക്സ് എമൗണ്ട് ഇപ്പോൾ അവരുടെ കയ്യിൽ കൂടുതൽ ഇരിക്കണയാണ്. ഭാവിയിൽ ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്ന സമയത്ത് അവർ അതിന് യാതൊരു തരത്തിലുള്ള ഏതും തരില്ല, ഇൻട്രസ്റ്റും തരില്ല. ടാക്സ് ക്രെഡിറ്റിന് നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പാടില്ല? ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാൻ പാടില്ല. ഇത്രയൊക്കെ ആണെങ്കിലും ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്നറിയാവോ? ദ മാക്സിമം പീരീഡ് ഓഫ് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് 15 വർഷം, 15 അസസ്മെന്റ് ഇയർ. ദാറ്റ് മീൻസ് ഈ വർഷം നിങ്ങൾക്ക് നിങ്ങളുടെ റെഗുലർ ഇൻകത്തിനേക്കാൾ കൂടുതൽ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന സാധനം അവൈൽ ചെയ്യാം. പക്ഷെ എത്ര നാളത്തേക്ക് മാത്രം? അടുത്ത 15 വർഷത്തിനുള്ളിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവണം. എങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ റെഗുലറിനെ കുറവായിരിക്കണം AMT. അങ്ങനെ വരുവാണെങ്കിൽ ആ 15 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്ന് പറയുന്നതിൻ്റെ ടാക്സ് ക്രെഡിറ്റ് നമുക്ക് അവൈൽ ചെയ്യാം. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ 115 JC JD എന്ന് പറഞ്ഞ 2 സെക്ഷൻസിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 2 നല്ലപോലെ കേൾക്കുക, വീഡിയോ കേട്ട് മനസ്സിലാക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ 2ൻ്റെ ഓരോ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, ബൈ.